ഒരു കാര്യം ഇപ്പൊ തന്നെ ഓർത്തു വെച്ചോളൂ. വരുന്ന മാസങ്ങളിൽ നമ്മുടെ നാട്ടിലെ ട്രീറ്റ്മെന്റ് കോസ്റ്റ് വളരെയധികം കൂടാൻ പോവാണ്. അതിന്റെ കാരണം എന്താണെന്നറിയോ? സമരം നടക്കുന്നുണ്ട്. നേഴ്സുമാരുടെ സമരമാണ്. അവരുടെ സാലറി മാസം 40,000 രൂപ ആക്കണം എന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ അത് വളരെ വേണ്ടപ്പെട്ട ആവശ്യം തന്നെയാണ്. അത് ആക്കി കൊടുക്കുകയും വേണം. കാരണം അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് കൂട്ടണം, മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം, അവർക്ക് സേവിങ്സ് വേണം. അപ്പോൾ ഇവിടെ നേഴ്സുമാർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കുമ്പോൾ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള എക്സ്പെൻസ് കൂടുകയാണ്. ഈ എക്സ്പെൻസ് എങ്ങനെയാണ് ഹോസ്പിറ്റൽ റിക്കവർ ചെയ്യുക? അത് ട്രീറ്റ്മെന്റ് കോസ്റ്റിൽ വർധന വരുത്തിയിട്ടാണ് അവർക്ക് അത് തിരികെ പിടിക്കാൻ പറ്റുള്ളൂ. വിചാരിക്കുകയാണ് എന്ത് വേണ്ട, പ്രൈവറ്റ് ഹോസ്പിറ്റൽ വേണ്ട, ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ. അപ്പം എല്ലാ ആൾക്കാരും കൂടിയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങും. കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കോസ്റ്റ് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. എല്ലാവരും കൂടിയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ ഇത്ര നാള് നമുക്ക് കിട്ടിയിരുന്ന നല്ല ട്രീറ്റ്മെന്റും കാര്യങ്ങളും, ട്രീറ്റ്മെന്റ് നല്ല തന്നെയായിരിക്കും, പക്ഷെ ഇത്ര അധികം ആൾക്കാർ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ട ഒരു കെയർ അവിടെ നിന്ന് കിട്ടില്ല. കാരണം തിരക്ക് കൂടുമ്പോൾ നമ്മൾ തന്നെ കെയർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഉണ്ടായിരിക്കില്ല. അപ്പൊ നമ്മൾ കംഫർട്ട് ആയിരിക്കണം, നല്ല ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കിട്ടണം എന്നാൽ നമുക്ക് സാമ്പത്തിക ബാധ്യത വരാൻ പാടില്ല, നമ്മളുടെ ഇതുവരെയുള്ള സമ്പാദ്യങ്ങളൊന്നും പോകാൻ പാടില്ല. അതിനൊക്കെ കൂടിയിട്ട് ഒറ്റ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ, ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ളത്. അപ്പൊ ഇന്ന് തന്നെ എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു.